തിരശ്ശീലകളിലെ കഥകളും പ്രകടനങ്ങളും എന്നും കഥാകാരന്റെ ജീവിതത്തിന്റെയും ഭാവനയുടെയും കൂട്ടിച്ചേർക്കലുകളാണ്. 2005 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാടിന് സമർപ്പിച്ചു. അതിലെ പ്രാതിനിധ്യം കൂടുതലും നാട്ടിലെ ബഹുഭൂരിപക്ഷം വീട്ടമ്മമാരും ആയിരുന്നു. രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ ആവേശത്തോടെ ഈ തൊഴിലുറപ്പ് പദ്ധതി അവർക്കുണ്ടായി. ഒരു തൊഴിലിടം എന്നതിലുപരി അവർക്ക് അതിൽ ഒത്തുചേരാനുള്ള കാരണമായി ഗ്രാമങ്ങളിൽ ഇന്നും അതിന്റെ അന്തസ്സത്ത നിലനിർത്തിക്കൊണ്ട് തൊഴിലുറപ്പ് സ്ത്രീകളും മുന്നേറുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവാദം ചൂടോടെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും റിയാദിലെ ഒരു പ്രശസ്ത ആശുപത്രി പശ്ചാത്തലത്തിലെ ഒരു തൊഴിലുറപ്പ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നഴ്സുമാർക്ക് പോക്കറ്റ് നിറയെ ഓറ്റി കിട്ടിയിരുന്ന റിയാദിലെ പ്രശസ്തമായ ഒരു ആതുര ശുശ്രൂഷ സ്ഥാപനം ഇന്ന് പല കാരണങ്ങളാൽ കൊണ്ട് തൽക്കാലം അതിൽ അല്പം കുറവ് വന്നു. അതുകൊണ്ട് അതിൽ കുറച്ച് നഴ്സുമാർ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. തികച്ചും ഒരു കറുത്ത കഥാകാരന്റെ ഭാവിയിൽ തെളിഞ്ഞ ഈ കാഴ്ച ജീവിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതെങ്കിലും വ്യക്തിയുമായോ ഇനി ജനിക്കാൻ പോകുന്നവരുമായോ ഒരു ബന്ധവുമില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ എന്ത് പറയാനാ? എന്തൊരടി ഇത്? തേങ്ങകളൊക്കെ ഇളക്കി വരണില്ല. 5 ദിവസം പോകാതിരുന്നിട്ട് പ്ലീറ്റ് കൊടുത്തതുപോലെയുണ്ട്. എന്റെ പൊന്നി ചേച്ചി, എന്റെ തലയിലെ പേരിന്റെ വരാതെയല്ലേ ഉള്ളൂ നിങ്ങൾക്ക്? ആ സുശീല തള്ളയുടെ തലയൊന്ന് നിങ്ങൾ കാണണം. അവിടെ പൂച്ച വെട്ടി കിടക്കുക. എടി പെണ്ണെ, പറയുമ്പോലെ ആ 4 പെണ്ണുപിള്ള എവിടെ പോയി? അവര് വന്നിട്ടുണ്ടേ പണി തുടങ്ങാൻ. പയ്യ വന്നാ മതി, വരുമ്പോ തന്നെ എന്തെങ്കിലും കഥയും കൊണ്ട് തന്നെ വരും. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ആ തള്ളേ ഹെഡ് നഴ്സ് വിളിപ്പിച്ചിരിക്കുന്നു. നഴ്സസ് നോട്ട് മാറ്റി എഴുതാൻ. അതെന്തൊരു പറ്റി? അവളത് എഴുതിയില്ലേ? എഴുതി കൂടുതൽ എഴുതി. അതാ പറ്റിയ. വൈകുന്നേരത്തെ 4 മണിയുടെ നോട്ട് ആ തള്ള 7 മണി വരെ എഴുതിയിരിക്കുന്നു. Patient is vitally stable, sleeping, endorsed to next duty staff. പക്ഷേ രോഗി 5 മണിക്കേ മരിച്ചു കിടക്കുകയായിരുന്നു. തള്ളയുടെ പഠിപ്പീര് മെലിഞ്ഞാന്ന് ബെഡി വരച്ച ഷീറ്റ് മടക്ക് വീണതിന് മിനിസ്ട്രി എന്നെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ് മുതലാ. ഇവക്കൊക്കെ ഇവിടെയുള്ള കുറെ കിഴങ്ങന്മാരെ സപ്പോർട്ട് ഉണ്ടെന്നേ. വല്ലപ്പോഴൊക്കെ ആ ടിക്ടോക്ക് ഷിജോമോഹന്റെ വീഡിയോയിൽ അഭിനയിക്കണേന്റെ മുൻക. സുമതി ചേച്ചി, ഷിജു മോഹൻ ചേട്ടനെ ഇതിലേക്ക് വലിച്ചെടുക്കല്ലേ. അതെന്തൊരടി രമണി, ഷിജോമോഹനെ പറഞ്ഞപ്പോ നിനക്കങ്ങ് പൊള്ളില്ല. ഇനി നിങ്ങൾ അത് പറഞ്ഞുണ്ടാക്ക്. ഇവിടെ നിങ്ങൾക്ക് അരക്കമ്പിക്ക് ഒരു ക്ഷാമവും ഇല്ല. അല്ലെങ്കിൽ ഷിജു മോഹൻ ചേട്ടന്റെ ടിക്ടോക്കിലും വീഡിയോയിലൊക്കെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം വേണം. വല്ലപ്പോഴും വന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാലും മതി. ടിക്ടോക്ക് ഷിജു മോഹനൻ നമ്മുടെ ആശുപത്രിയുടെ ഒരു ഹരമല്ലേ? അവന് ടിക്ടോക്കിലൂടെ പണം ഒഴുവല്ലേ. പെണ്ണെ, നീ വേല ഏതാ? നിനക്ക് കൊള്ളാം അവന്റെ ഒരു ടിക്ടോക്ക്. അസൂയ. ഷിജു മോഹൻ എന്ന മുന്തിരി കിട്ടാത്ത കുറുക്കനാണ് തള്ളേ നിങ്ങള്. എടി പെണ്ണെ, ഇവിടെ എന്താടി ഒരു ഇരുട്ടു അന്ധകാരവും? പണി സമയത്ത് അല്ല ലൈറ്റ് വല്ല ഇടണോ? വയസ്സാം കാലത്ത് നിങ്ങൾ കേറിയിടുവോ തള്ള ലൈറ്റ്? എടി, നമുക്കേ ആ ഇലക്ട്രീഷ്യൻ വെഞ്ഞാറമൂട് സനീഷിനെ വിളിക്കാടി. അവൻ ഇവിടെ ലൈറ്റ് ഇട്ട റിയാദിലെ പവർ ഹൗസിലെ കറണ്ട് വരെ അടിച്ചു പോകും. എന്റെ പൊന്നോ, ആ ഇരുട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടെ കറുത്തിരുണ്ട് വാചകടിച്ച് സാറ് കളിച്ചെന്നൊരു ചെറുക്കയില്ലേടി. അത് ആര് ചേച്ചി? ആ തിരുവനന്തപുരത്താരം കരുമ നായനില്ല. അയ്യോ,
അയ്യോ എന്റെ പൊന്നി ഏച്ചി, കറുപ്പെന്ന് പറയല്ലേ, ബ്രൗൺ ബ്രൗൺ. ബ്രൗൺ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും പിന്നെയും തള്ളിക്കൊണ്ട് വരുന്നെന്നാ അറിഞ്ഞത്. ഇങ്ങോട്ടാ? ഓ ഇങ്ങോട്ട് തന്നെ. ആ ചെറുക്ക ഇവിടെ ഏതോ കൊമ്പത്തെ ആശുപത്രിയിൽ ജോലി കിട്ടി പോയതല്ലേ ചേച്ചി? ഓ അതേടി പെണ്ണെ, അതും കളഞ്ഞിട്ടാ അവൻ ഇവിടെ തള്ളിക്കൊണ്ട് വരണേ. ചേച്ചി ഇവരൊക്കെ വട്ടാണ് കേട്ടാ. തിന്നണതൊക്കെ എല്ലിന്റെ ഇടയിൽ കേറുന്നതിന്റെ കുഴപ്പമാണ്. എന്തൊരു വെട്ട്, വേല ചെയ്യാൻ വയ്യ. അത് തന്നെ. ഇവിടെ ആകുമ്പോ നമ്മള് കുറച്ച് പാവങ്ങളുടെ മണ്ടേ കയറി നടന്നാ മതിയല്ലോ. എന്തൊരു മുടയിൽ തുള്ളിച്ചാടി പോയത്, ഇപ്പൊ അതാ കിടക്കണം. ചേച്ചി ഈ സുശീലയും മോളെയും എവിടെ പോയി കിടക്കണം? എടിയേ ഓ മറന്നടിയേ, പൂതനെ എർത്തു. പിന്നെ നിങ്ങൾ പിന്നെ പ്രൊഫസർ ശാന്തി ആയിട്ട് കുഴപ്പമില്ലല്ലോ. സുശീലേച്ചി, സുമതി ചേച്ചി ഇപ്പൊ ചേച്ചിയെ കുറിച്ച് പറഞ്ഞ് നാവ് വായിലോട്ടിട്ടോന്നറിയില്ല. എന്താടി പറഞ്ഞ? ഏയ് ഒന്നുമില്ല, ചേച്ചിയുടെ ഓരോ സവിശേഷ സുവിശേഷ വിശേഷ ഗുണങ്ങള്. എടി രമണിയെ, സത്യം പറ, ഇവളെന്താ എന്നെ കുറിച്ച് പറഞ്ഞേ? അത് ചേച്ചി ആ നേഴ്സസ് നോട്ടിന്റെ കാര്യം. ലോകം മുഴുവൻ അറിഞ്ഞല്ലേ? സത്യം പറയണം, ഇവിടെയുള്ള ഏത് നുണച്ചേടി പറഞ്ഞത്? മോളി കൂടെ നടന്നിട്ട് നീയും? എന്റെ പൊന്നു സുശീലേച്ചി, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നോടത് പറഞ്ഞത് ആ സതീഷ് മോനാ. എടി പെണ്ണെ, ഏത് സതീഷ് മോന്? ആ കമ്പ്യൂട്ടറിൽ കളിച്ചോണ്ടിരിക്കണ, മറ്റേ ആംബുലൻസിലൊക്കെ പോണ ആ കറുത്ത ചെറുക്കനെ. ആ സതീഷ് മോനാണോ? അവനൊരു പാവമല്ലേ, അബദ്ധത്തിലെങ്ങാനും വായിന്ന് വീണതായിരിക്കും. ആ ഈ തള്ളയ്ക്ക് അല്ലെങ്കിലും ആ ചെറുക്കനോട് ഇത്തിരി തൊലിപ്പ് കൂടുതലാ. ഇനി ഈ തള്ളയുടെ സീഡി വല്ല അവന്റെ ഉണ്ടോ? സുശീലേച്ചി, അത് വിട്. നേഴ്സസ് നോട്ടിന്റെ വിഷയം എന്തായെന്ന് പറ. എടിയെ, എന്നെ രക്ഷിച്ചു നമ്മുടെ ദൈവം. ആര്? നമ്മുടെ നഴ്സിംഗ് ഓഫീസിലെ ദൈവം മനസ്സായി. എന്റെ കണ്ണിലുണ്ണി ഇത്രയും നല്ലൊരുത്തൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവന് 100 കോടി പുണ്യം കിട്ടും. സുമതി ചേച്ചി, ഒരു ചെറിയ വാർണിംഗ് ലെറ്റർ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയണത് കേട്ടു. അയ്യോ മുടിയും, എല്ലാം മുടിയും. അങ്ങനെ ചിന്തിച്ച മനസ്സാറും അവിടെ ഇരിക്കുന്ന എല്ലാവരും മുടിയും. എടിയേ, ഇപ്പൊ ദൈവങ്ങളൊക്കെ അങ്ങ് പോയി. നിങ്ങൾ ഈ നുണയും ബ്രാക്കൊക്കെ അങ്ങ് നിർത്തിയാണ്. പണി ചെയ്യാനല്ലേ വന്നത്, അത് ചെയ്താ പോരെ? വാ വാ വാ, എല്ലാരും വാ, ഈശ്വര പ്രാർത്ഥന. ഓറ്റികൾ കേറ്റണേ, വാണിംഗ് ലെറ്റർ മാറ്റണേ. ഓറ്റികൾ കേറ്റണേ, വാണിംഗ് ലെറ്റർ മാറ്റണേ. ഓറ്റികൾ ഇടണേ ഹെഡ് നേഴ്സേ, പരാതിയൊന്നും പറയല്ലേ. ഓറ്റികൾ ഇടണേ ഹെഡ് നേഴ്സേ, പരാതിയൊന്നും പറയല്ലേ. കഷ്ടപ്പാടുകൾ മാറാനായി ഓറ്റികൾ ഇടണേ ഹെഡ് നേഴ്സേ. വാ, പണി തുടങ്ങാം. ഗ്യാസാ, ഗ്യാസേ. ആ മാവേലി ബിജുവിന്റെ മട്ടം പ്രവർത്തിക്കുന്നത്. എത്ര ഗ്യാസ് ആയിരുന്നാലും അടിച്ചു കയറ്റണതിന് കുറവൊന്നും ഇല്ലല്ലോ. ശകലം താഴ്ചി. ആരും ചോദിക്കണ്ട, ഒരു ശകലം പോലും തരില്ല. ഇതെന്റെ സോമിഷി ചെറുക്കൻ തന്നതാ, തരൂല. എന്റെ പൊന്നേച്ചി, ആ ചെറുക്കൻ ഇത് തന്നെയാണോ പണി? ഇന്നലെ കുറെ വാഴയ്ക്കാപ്പം ഉണ്ടംപൊരി വാങ്ങിക്കൊണ്ടുവന്ന് ആ വാർഡിലുള്ള കുറെ പുതിയ പിള്ളേർക്ക് കൊടുത്തു. ആ ചെറുക്കിന് നൈറ്റ് ആയാ പിന്നെ പെൺപിള്ളേർക്ക് തിന്നു ചാവാം. ഇവനൊക്കെ ശമ്പളം നാട്ടിലേക്ക് തികയോ എന്തോ. അവന്റെ ഒരു കൊണ്ടം കാറും കൊണ്ടം പൊരിയും. ചേച്ചി